ഇത് നമ്മുടെ തേനീച്ചപ്പെട്ടിക്കുള്ളിൽ അട വീണ് പോയിട്ടുണ്ട്. അതപ്പോൾ നമ്മളെടുത്ത് അട സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. രാത്രി ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഇതുണ്ടോ, ഇതിൽ നിറച്ച് ഈച്ചയുണ്ട്. ഇതിൻ്റെ ഇവിടെ ഇതെടുക്കുക, നല്ല ഇതിങ്ങനെ കണ്ടോ, ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങനെ നീക്കി കൊടുക്കുക. ഈച്ചണ്ട അവിടെ ഒരു ആട് വീണെടുക്കുന്നുണ്ടോ, വീട്ട് നമ്മൾ നന്നാക്കാൻ പോവാണ്. തേനീച്ചപ്പെട്ടയിൽ ഒരു അട വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെടുത്ത് റിപ്പയർ ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇവിടെ ഇടാം. വേറെ എല്ലാവരും റബ്ബർ ബാൻഡ് ഇട്ട് കൊണ്ടാ, റബ്ബർ ബാൻഡ് ഇട്ട് പിടിക്കും. വട്ടത്തിലേക്ക് അവിടെ സൈഡിലിട്ട് പിന്നെ നീക്കാം. ഒന്ന് വരെ മറ്റേ റബ്ബർ ബാൻഡ് കുറവാണ് എൻ്റെ കയ്യിലൊക്കെ. അല്ല, വേറെണ്ണത്തിനകത്തുണ്ട്, ഇനി മാറാണ്ട് എന്തോ ഈച്ച വന്നിരിക്കുന്നു കയ്യിൽ കൂടെ. ഇനി നല്ല റബ്ബർ ബാൻഡ് നോക്കിക്കേ, കുത്തിയാലും വലിക്കരുത്, വിടരുത് ഇട്ട് ഒറ്റയടിക്ക്. ഡോമാർ പേടിച്ചേറിൻ്റെ ഇതാക്കാണ്. ഇനി മെല്ലെ പൊക്കിയും കൂടെ നീക്കി റബ്ബർ ബാൻഡ് വെട്ടോ ചേട്ടാ കിട്ടുക. രണ്ടരികിലും പിടിച്ച് പൊക്കി മെല്ലെ ഈച്ചയ്ക്ക് ഇത് പറ്റാണ്ട് നീക്ക്. ആദ്യം ഒരു സൈഡ് നിൽക്ക്. ഈച്ചയ്ക്ക് ഇത് പറ്റരുത്, പരിക്ക് പറ്റരുത്. മെല്ലെ വെക്കും. അപ്പോൾ നമ്മുടെ അട തിരിച്ച് വെക്കാൻ പോവാണ് നമ്മൾ ഇതിനകത്തേക്ക് തന്നെ. നമ്മളത് പഴയതുപോലെ തന്നെ ഇതിനകത്ത് അട കെട്ടിത്തുടങ്ങിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചു. ഇതുണ്ടോ, ഇതിനകത്ത് കാണിക്കുക. ഇതുണ്ടോ, ആ മുര അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പിടിച്ചേക്കണുണ്ടോ. ഇങ്ങോട്ട് അടുപ്പിച്ചാൽ മതിയായിരുന്നല്ലേ. ഒരെണ്ണം എന്തിൻ്റെ റാക്ക് രണ്ടെണ്ണം ഉണ്ടല്ലേ. ഇതുണ്ട്, പിടിച്ചു. ഇത് പിടി. നമ്മളെ 2 റാക്കും കൂടി നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണ്. നല്ല കാറ്റ് കുറച്ചൊരു അങ്ങനെ കൂടെ അത് റാക്ക് ആകല്. നമ്മളത് സെറ്റ് ചെയ്തു. ചെമ്പർ കൊണ്ട നമ്മൾ തിരിച്ച് ഇവിടെ വെട്ടം കാണിക്കും. തിരിച്ച് ആണിച്ചമ്പർ വെച്ചു. അതായത് നമ്മൾ പഞ്ചസാര ലായനി, കാരണം ഇത് പുതിയ ഈച്ച ആയതുകൊണ്ട് പഞ്ചസാര ലായനി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹണിച്ചമ്പർ ഇപ്പോൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ചിരട്ടയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അല്ല, ഇരിക്കുന്നില്ല. ഹണിച്ചമ്പർ വെച്ചു, അത് വെച്ചു. വെളിച്ചോളം കൂടെ നമ്മൾ അടച്ചു. ക്ലിയർ. ഓക്കെ, കട്ട് ചെയ്തോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഒരെണ്ണത്തിനകത്ത് വീണ് നമ്മൾ രാവിലെ കണ്ടതായിരുന്നു. ഇതിനകത്തൊക്കെ നിറച്ച് നമ്മൾ പഞ്ചസാര ലായനി വെച്ച് വെച്ചു. അതൊക്കെ കുടിച്ച് തീർത്തു. മൊത്തവർ കുടിച്ച് തീർത്തത്. പിന്നെ
സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളിങ്ങനെ ഇല വെച്ച് തടച്ചതാണ്. പെട്ടീൻ്റെ ചെറിയ കോട്ടങ്ങൾ. ഇതുണ്ടോ, ഇതൊരു ഷേപ്പില്ലാണ്ടാണ് ഇവന്മാരിത് കെട്ടി വെച്ചായിരുന്നത്. ഈ അട വീണ് വീഴുന്നു. ഇവിടെയാണ് പണി. ഒറ്റയുണ്ടോ, ഈ അട അങ്ങോട്ട് വീണ് പോയി. എന്നിട്ട് ആ രണ്ടടയും കൂടി ഒരുമിച്ച് പോയി. കാണുന്നുണ്ടോ? ഇല്ല, ക്ലിയർ ആവുന്നില്ല. ഇതുണ്ടോ, ഇങ്ങോട്ട് കാണിക്ക്. ഇതുണ്ടോ, രണ്ടവിടെ കൂടെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചോ? ഇല്ല ഇല്ല, വലിച്ചിട്ട് തന്നെയില്ല, പൊട്ടിപ്പോവാ. ഇല്ല, വരുന്നില്ല, വലിച്ചു. ഉണ്ടോ, ഇത് തമ്മിലൊന്ന് അടത്തി കൊടുക്കണം. കണ്ടോ, തേനുണ്ടോ? അത് തേന് അത് ഇതിടാനില്ല. റബ്ബർ ബാൻഡ് ഇട്ടുണ്ടല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് നീക്കി വെച്ചിട്ടേ പുതിയൊരു അറ എടുത്ത് ഇവിടെ വെക്കാം. അത് മതി. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കാണിച്ചേ, ടോർച്ചിൻ്റെ ഉള്ളിൽ കാണിച്ചത് എവിടെയെങ്കിലും മുട്ടിയിട്ടുണ്ടോ നോട്ടെ? ഇല്ല ഇല്ല, പക്ഷെ അതിന് ചെറിയൊരു ചെരുവുണ്ട്. ഇത് മതിയല്ലോ, ഈച്ചേനെ കൊല്ലണ്ട. ഇത് ഊരിടോ, അത് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഇടയ്ക്ക് വെക്കാനുള്ള ഉണ്ട് ഇവിടെ. ഉണ്ടോ? ആ രീതിയിൽ ഭിത്തിന്ന് പിടിപ്പിക്കും. അതെവിടെയോ എന്തോ പിടിച്ചിരിക്കണ ഒരു എന്തോ. അത് താഴെ വീണടോ, അവരുടെ താഴെ. അത് കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കും ഇപ്പം നിലവിൽ. അല്ല, അറ നിലത്ത് മുട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇവിടെയൊക്കെ തേൻ വെച്ച് സീൽ ചെയ്ത് വരും. നമുക്ക് അടുത്തതിൽ ഫിറ്റാക്കാം. അല്ല, അത് അടുത്ത് ഇനി എടുക്കാൻ പറ്റില്ല. അത് ഒട്ടിപ്പിടിക്കും. അടിയിൽ ഫുള്ള് സെറ്റാ. ഉണ്ടാക്കാൻ പറ്റുമോ? അത് കയറ്റി വെക്കാൻ പറ്റുമോ? മേലെ മൊത്തം സെറ്റല്ലേ? ഒന്ന് പോസ് ചെയ്യുമോ? ഇതൊക്കെ നമ്മൾ പുതിയ ട്രാൻസ്പോർട്ട് ചെയ്ത് വന്ന സമയത്ത്. പുതിയ കോഴിക്കോട് ഇതുണ്ടോ, ചെറിയ ചെരുവുകളൊക്കെ വന്നതിൽ. ഇനി അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് മറ്റേ ഒഴിവാക്കാം. ഒഴിവാക്കണ്ട, അതോട്ട് ഇരുന്നോട്ടോ. ഒഴിവാക്കല്ലെന്ന് തിരിക്കുമ്പോൾ ഇനി അടുത്ത ഇതായിട്ട് തിരിക്കുമ്പോൾ നമുക്ക് ഇതായിട്ട് നോക്കാം. അതിപ്പോൾ ഇത് രണ്ടും കൂടി ഒട്ടിക്കും അവന്മാർ. കാരണം ഇത് മുട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒട്ടിക്കും. ഇത്ര സാധനം വരാൻ പാടോ? 1 2 3 4 5 6 ഉണ്ട്. 6 അറിയൂടാ. അത് ഓൾമോസ്റ്റ് നിറഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഈച്ച. എൻ്റെ കൈ കണ്ട തോടണ്ട, അത് തന്നെ പറഞ്ഞോളൂ. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ. ഗ്യാപ്പ് അടയ്ക്കുന്നത് കാണിച്ചു കൊടുത്തു. പെട്ടിക്ക് കോട്ടമുണ്ട്. ഇത് മാറ്റിത്തരുമോ? കോട്ടമുള്ള പെട്ടിയൊക്കെ മാറ്റിത്തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഗ്യാപ്പാണല്ലോ. ഇത് കെട്ടി വെക്കണ്ടേ? കെട്ടി വെക്കാൻ ഇച്ചിരി മാനൊക്കെ വന്ന് തട്ടി മറിഞ്ഞടിച്ചു.